നമ്മൾ മരിച്ചു പോകുന്ന മനുഷ്യരാണ്. അതെന്നാണെന്ന് മാത്രം അറിയില്ല, എപ്പോഴാണെന്നും അറിയില്ല. നമുക്കെങ്കിൽ ഇപ്പോഴങ്ങ് ക്ഷമിക്കാം, ഇപ്പം നമ്മുടെ മുറിവുണക്കാം. എൻ്റെ ഇടവകയിൽ 2017 ഈ എളിയ ദാസിനെ കൊണ്ടൊരു 5 ദിവസത്തെ ഇടവക ധ്യാനം ചെയ്യിച്ചു. അന്നുണ്ടായിരുന്ന അച്ഛൻ 1300 കുടുംബങ്ങളിൽ നിന്ന് 100 കണക്കിന് കുടുംബങ്ങൾ പള്ളി നിറച്ച് തിങ്ങി ധ്യാനം പങ്കെടുത്തു. അന്ന് ഒരു ബുധനാഴ്ച എങ്ങാണമായിരുന്നു ധ്യാനം കഴിയുന്നത്. ധ്യാനം കഴിഞ്ഞ് വ്യാഴാഴ്ച മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരും കൂടെ ചേർന്ന് 84 വയസ്സുള്ള ഒരു അപ്പനെ കാണാനായിട്ട് ചെന്നു. 6 മക്കൾ, 6 ധ്രുവങ്ങളായിരുന്നു, മക്കളും മരുമക്കളും കൊച്ചുമക്കളും. നമ്മൾ ഈ നാടൻ ഭാഷ പറയാറുണ്ട്, ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും ക്ഷമിക്കത്തില്ല, മരിച്ചാൽ പോലും ക്ഷമിക്കില്ല. അത് അറമ്പറ്റി വാക്കാം. അങ്ങനെ എഴുതി സ്ഥിരീകരിച്ച കുടുംബങ്ങളായിരുന്നു. മുഖത്തോട്ട് 3 നോക്കിയാൽ കാണില്ല. ഒരമ്മയുടെ മക്കൾ. അന്നൊരു കാറ്റിങ്ങനെ വീശി ആ ആരാധനയിൽ അവർ ഓടിച്ചെന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അപ്പൻ അന്ന് രാത്രി കൊച്ചുമക്കളെയും അന്നുണ്ടായിരുന്ന എല്ലാവരെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പയറുപോലെ ഓടി നടന്നൊരപ്പനായിരുന്നു. അനുഗ്രഹം കൈമാറി അന്ന് രാത്രി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റില്ല, ആൾ മരിച്ചു. ആ അപ്പന് കിട്ടാവുന്ന ഏറ്റവും നല്ല മരണം, മക്കൾ ഒന്നിക്കുന്ന കാണാൻ ഭാഗ്യം, അനുഗ്രഹം കൈമാറിയ ധന്യ നിമിഷങ്ങൾ സ്വന്തം ഇടവകയിൽ നടന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഇനിയൊരു ബലിയർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്നെനിക്കറിയാത്തത് കൊണ്ട് എൻ്റെ മുമ്പിൽ ഇന്നാണ് ഹൃദയം കൊണ്ട് നിങ്ങളുടെ കൂടപ്പുറപ്പുകളുടെ അരികിലേക്ക് പോകണം.